ബഡേ മിയാൻ ചോട്ടേ മിയാൻ ശരിക്കും വിഷുവിന് ഇറക്കേണ്ട പടം തന്നെയാണ് കേട്ടോ. ബോംബ് പടം എന്ന് പറയാം. ഞാൻ ബോംബ് പടം എന്ന് പറയാൻ കാരണം ഈ സിനിമ ഏകദേശം 350 കോടിക്കാണ് ഈ സിനിമയുടെ ബജറ്റ് വരുന്നത്. 350 കോടിയാണ് വരുന്നത്. ആ ഒരു 350 കോടി ഇവരെ എവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. എന്താ പറയുക, ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് VFX സംഭവങ്ങൾ ഒരുപാട് വേണ്ട ഒരു സംഭവമാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും VFX വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം. നന്നായിട്ടുമുണ്ട്, ചില സ്ഥലങ്ങൾ നന്നായിട്ടുമുണ്ട്, ചില സ്ഥലങ്ങൾ വളരെ മോശമായി എന്നുള്ളതാണ്. ഈ സിനിമയുടെ സംവിധായകൻ അലി അബ്ബാസ് സഫർ, സുൽത്താനും അതുപോലെ തന്നെ ടൈഗർ സിന്ധാഹിയും ഒക്കെ സംവിധാനം ചെയ്ത ആളാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് സ്റ്റോറി കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ഒരുപാട് സ്റ്റോറികളൊക്കെ വന്നിട്ടുണ്ട്. ലോജിക്കാരുടെ സംഭവം ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ലോജിക്കാരുടെ സംഭവം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്, അതായത് ഈ ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയാണ് എനിക്ക് അത്രയും അങ്ങോട്ട് ഈ സിനിമയിലേക്ക് അങ്ങോട്ട് ആകർഷിക്കാൻ പറ്റാതെ പോയൊരു സംഭവം. അക്ഷയ് കുമാറും ടൈഗർ ഷ്രോഫും, മാനുഷി ചില്ലർ, പൃഥ്വിരാജ്, സോനാക്ഷി സിൻഹ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളും പെർഫോമൻസുകളും ഒക്കെ കിട്ടില്ലായിരുന്നു. മാനുഷി ചില്ലറിൻ്റെ സൂപ്പർ ആക്ഷൻ രംഗങ്ങളുണ്ട് കേട്ടോ, അടിപൊളി ആക്ഷൻ രംഗങ്ങൾ. മാനുഷി ചില്ലർ മാത്രമല്ല, എല്ലാവരുടെയും ആക്ഷൻ രംഗങ്ങളൊക്കെ സൂപ്പറായിരുന്നു, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗൺ ഷോട്ടുകളൊക്കെ ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് കോമഡി ആയിട്ട് തോന്നി. സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഇത് തന്നെയാണ് സംഭവം. ഈ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഒരു ടെക്നിക്കൽ ക്വാളിറ്റി വളരെ കുറഞ്ഞ പോയതുപോലെ തോന്നി. 350 കോടിയൊക്കെ മുടക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ആദിപുരുഷ കണ്ടില്ലേ, ആദിപുരുഷ കണ്ടില്ലേ, വലിയ എന്തോ 600 കോടിയൊക്കെ എടുത്തിട്ട് എന്തോ കോപ്രായം കാണിച്ചു വെച്ചത്. അതുപോലെയാണ് എനിക്ക് തോന്നിയത് തിയേറ്ററിൽ. ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് നല്ലപോലെ ഒരു എന്താ പറയുക, ഒരു അടിപൊളി ആക്ഷൻ സിനിമ കാണാമെന്നുള്ളൊരു മൂഡിലായിരുന്നു സിനിമയ്ക്ക് പോയത്. സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് 2-2.5 മണിക്കൂർ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ, അത്രയേ ഈ സിനിമയെ തോന്നിയുള്ളൂ. ഇതിൻ്റെ സംവിധായകനൊക്കെ പറഞ്ഞിരുന്നു, പൃഥ്വിരാജ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഉണ്ടാവില്ല, പൃഥ്വിരാജിനെ കാത്തിരുന്ന് മറ്റൊരു സൈഡ് റോളായി പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ അതുപോലുള്ള സംഭവങ്ങൾ അതൊക്കെ വലിയ തള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ പൃഥ്വിരാജിൻ്റെ റോള് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോജിക്കാരുടെ സംഭവമാണ്. ലോജിക്കാരുടെ സംഭവം മാറ്റി നിർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക സിനിമ. ലോജിക്കില്ല, അതൊന്നും മാറ്റി നിർത്താതെ കാണുകയാണെങ്കിൽ നമ്മൾ ചിരിച്ചിരിച്ചൊരു വഴിക്കാവുന്നുള്ളതാണ്. പൃഥ്വിരാജ് നല്ലോണം ചെയ്തു. പിന്നെ ഈ ഒരു സിനിമയിൽ ആ ഒരു സയൻസ് ഫിക്ഷൻ കുറച്ച് സംഭവങ്ങളൊക്കെ എയ്ഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സ്റ്റോറി ബേസ് നോക്കുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റോറി ബേസ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, അതുപോലുള്ള സംഭവമൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. റിവെഞ്ചൊക്കെയാണ്. ഇതുപോലുള്ള സ്റ്റോറികളൊക്കെ അതിന് മുമ്പ് വന്നതാണ്. എന്നാലും ഇതുപോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമ, അത്രേ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്ക്. പലരും നെഗറ്റീവ് കമൻസുകൾ, ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് കമൻസുകളൊക്കെ വരുന്നുണ്ട്. ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുപോലുള്ള സിനിമകളൊക്കെ എനിക്കിഷ്ടമാണ്. അടിപിടി, ബോംബ്, ഗൺഷോട്ട് കാര്യങ്ങളൊക്കെ ഉള്ള. പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ നന്നാക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് ശരിക്കും പറയാമെങ്കിൽ ഏത് ഇന്ത്യയിലാണ് 100 വർഷം മുന്നോട്ട് പോയിട്ടുള്ള ഏകദേശം 2124, 2250 ആ ഒരു കാലഘട്ടത്തിലുള്ള ഇന്ത്യയിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത് തോന്നുന്നത്. അതുപോലുള്ള സ്റ്റോറി കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും കണ്ടു നോക്കാം, തിയേറ്ററിൽ കണ്ടു നോക്കാം. കുറഞ്ഞ ദിവസങ്ങളെ തിയേറ്ററിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. മലയാളം ഒക്കെ ഉണ്ട്, മലയാളം തമിഴൊക്കെ ഉണ്ട് തോന്നുന്നു തിയേറ്ററിൽ. ഞാൻ ഹിന്ദിനെയാണ് കണ്ടത്, സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. 3D ഉണ്ട്, 3D ആണ് കണ്ടത്. 3D വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ 3D ഒക്കെ ഉണ്ട്. 3D കാണേണ്ട ആവശ്യമൊന്നുമില്ല, നോർമൽ തന്നെ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും